മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് നാദാപുരം തൂണേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വൈദ്യുതി ഫ്യൂസ് ഊരി KSEB. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. ദിവസേന 100 കണക്കിന് രോഗികൾ എത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് തുക പാസാക്കി പണമടച്ചതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. മുബാറക്കം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മുബാറക്ക്, എന്തായാലും ആ പ്രതിഷേധമുണ്ടായി, അവസാനം പണമടച്ച് ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. രജീഷ്, തീർച്ചയായും അങ്ങനെയാണ്. അതായത് വളരെ നാടകീയമായ വിവരങ്ങളാണ് നാദാപുരം തൂണേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അരങ്ങേറിയത് എന്നുള്ളതാണ്. അതായത് ദിവസേന 100ഓളം ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന ആരോഗ്യ കേന്ദ്രമാണിത്. ഇവിടെ ഇങ്ങനെ KSEB ഫ്യൂസ് ഊരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് വലിയ തുകയുടെ വൈദ്യുതി ബില്ലാണ് ആശുപത്രി അധികൃതർ ഈ KSEBക്ക് നൽകാനുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഉടൻ അടക്കണമെന്ന് കാണിച്ച് KSEB നേരത്തെ തന്നെ ആശുപത്രിക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം മുൻപ് നൽകിയിരുന്നതും ആണ്. എന്നാൽ ഈ ബില്ല് മാറുന്നതുമായി തൂണേരിയിലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചെക്കിൽ ഒപ്പുവെക്കാൻ തയ്യാറാകാത്തതാണ് ഈ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ താമസം നേരിട്ടതാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. എന്തായാലും ഈ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കാരണമാണ് കൃത്യസമയത്ത് പണമടയ്ക്കാൻ കഴിയാതിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഇദ്ദേഹത്തിന്റെ, അതായത് ഈ പ്രസിഡന്റിന്റെ ചേംബറിലേക്ക് എത്തുകയുണ്ടായിരുന്നു. ഇവർ പ്രസിഡന്റിനെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതോടെയാണ് പ്രസിഡന്റ് ഈ ചെക്കിൽ ഒപ്പിടുന്നതും തുടർന്ന് ഈ പണം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും എന്നുള്ളതാണ്. എന്തായാലും കേസിലെ ഇതോടുകൂടിയിട്ട് പ്രതിഷേധത്തെ തുടർന്ന് തന്നെ അടച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. രജീഷ്.